ഹലോ എല്ലാവരോടും. അപ്പം ഞാനിന്ന് ഒരു മീൻ മുളകിട്ടത് വെച്ചിട്ട് ഒരു ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മീൻ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും മറ്റേ സാദാ മുളകും കൂടി കഴുകി ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും, ചെറിയുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ച് വെച്ചത്. ഇതെല്ലാം ഞാൻ ചതച്ചാണ് കേട്ടോ വെച്ചേക്കണത്. അല്ലാതെ എല്ലാം കൂടി അരച്ചിട്ടല്ല, ചതച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട്. പിന്നെ ഒരു പഴുത്ത തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം കുടംപുളി ഇട്ടാൽ, കുടംപുളിയും കൂടി ഇട്ടിട്ട് ഒരു തണ്ട് കറിവേപ്പില അതിലേക്കിട്ട്, പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ. നമുക്കൊരു ചട്ടിച്ചോറ് തിന്നാൻ തോന്നണുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള കറികൾ വെച്ചിട്ട് നമ്മൾ ആ ആഗ്രഹം തീർക്കണം അല്ലേ. അപ്പം ഞാൻ ഇന്നിപ്പോൾ എനിക്കൊരു ചട്ടിച്ചോറ് തിന്നാൻ തോന്നി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയ കറികളെല്ലാം വെച്ചിട്ട് ഞാൻ ഇത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതൊരു മുളക് കറി വെക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ അത് കാണിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മീനിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ തക്കാളി അതിൻ്റെ മീതേക്ക് നിരത്തി വയ്ക്കുള്ളൂ കേട്ടോ. തക്കാളി നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ കറി അടുപ്പത്തേക്ക് മാറ്റണം. കറി അടുപ്പത്ത് മാറ്റി നല്ല പോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ച്, ഇപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം തുറന്ന് നോക്കി ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാം. ഞാൻ ചോറിട്ട്, പിന്നെ നമ്മുടെ മുളക് കറിയാണ് ഇനി അടുത്തത് വയ്ക്കാൻ പോണത്. അപ്പോൾ മുളക് കറിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ സവാളയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും, പിന്നെ ഇത് നമ്മളുടെ പപ്പായയുടെ തോരനാണ് കേട്ടോ. പപ്പായ വെച്ചിട്ട് നമ്മൾ ക്യാബേജ് വയ്ക്കും പോലെയുള്ള തോരൻ. പിന്നെ ഞാൻ ഉള്ളിയും പരിപ്പും കൂടി ഉള്ളി മുളകും ഇട്ട് കൊത്തി കാച്ചെടുത്തതാണ്. അത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ 2 മീൻ വറുത്തതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചട്ടിച്ചോറ് സെറ്റായി. താങ്ക് യു.